നമസ്കാരം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ സ്വർണ്ണവിലയിൽ കാര്യമായ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ആഭ്യന്തര വിപണിയിൽ ജൂലൈ 23-ന് പവൻ വില ആദ്യമായി 75,000 പിന്നിട്ടതൊഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ വില കുറയുകയാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച സ്വർണ്ണവില 1% കുറഞ്ഞ് ഔൺസിന് $3,335.60 ആഗോള വ്യാപാര ചർച്ചകൾ ഉൾപ്പെടെയുള്ള നിരവധി സംഭവവികാസങ്ങൾക്ക് നിക്ഷേപകർ തയ്യാറെടുക്കുകയാണ്. അതിനാൽ ഈ ആഴ്ചയിലും സ്വർണ്ണവില കൂടുതൽ ഏകീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് നേരത്തെ തന്നെ വിശകലന വിദഗ്ധർ അറിയിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 1 വ്യാപാര കരാറിന്റെ അവസാന തീയതിയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളിൽ നിന്ന് സ്വർണത്തിനും കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെ ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ സസ്പെൻഷൻ ചെയ്ത കാലയളവ് ഓഗസ്റ്റ് 1 അവസാനിക്കും. ആഗോളതലത്തിൽ ഓഗസ്റ്റിന് ഡെലിവറിക്ക് വേണ്ടിയുള്ള കോമൺസ് സ്വർണ്ണ ഫ്യൂച്ചറുകൾ ന്യൂയോർക്കിൽ ഔൺസിന് $30.90 അഥവാ 1.12% കുറഞ്ഞ് $3,335.60 ക്ലോസ് ചെയ്തു. യുഎസും ചൈനയും തമ്മിലുള്ള താരിഫ് ഉടമ്പടി നീട്ടിയതോടെ സ്വർണ്ണവില ഔൺസിന് $3,438 നിന്ന് $3,335.60 കുത്തനെ കുറഞ്ഞതായി വെഞ്ചൂറയിലെ കമ്മോഡിറ്റി ആൻഡ് CRM മേധാവി NS രാമസ്വാമി പറഞ്ഞു. നിലവിൽ സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപം ആവശ്യകത അപ്രതീക്ഷിതമായി തോന്നുന്നു. കൂടാതെ ശക്തമായ AI ബന്ധിത കോർപ്പറേറ്റ് വരുമാനവും റിസ്ക് ഓൺ വെല്ലുവിളികളും കാരണം US ഓഹരികളും ട്രഷറി ഇടുകൾ ഉയർത്തിയിട്ടുണ്ട്. സ്വർണത്തിലെ അടുത്ത നീക്കം US ഹെഡ് കൂടുതൽ അധാർമിക നിലപാട് സ്വീകരിക്കുമോ അതോ താരിഫ് രംഗത്ത് വീണ്ടും പിടിമുറുക്കങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ആശ്രയിച്ചിരിക്കും. ചൈനീസ് സെൻട്രൽ ബാങ്ക് സ്വർണം വാങ്ങുന്നത് പുനരാരംഭിക്കുന്നത് 2025 അവസാനത്തിൽ പിന്തുണ നൽകുമെന്നും രാമസ്വാമി കൂട്ടിച്ചേർത്തു. എന്നാൽ ഇപ്പോൾ വിപണന ഏകീകരണ ഘട്ടത്തിൽ തന്നെ തുടരാമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. US ഫെഡറൽ റിസർവിന്റെ ബാങ്ക് ഓഫ് ജപ്പാന്റെ നയയോഗത്തിൽ US യൂറോ മേഖലയും US ചൈനയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളും ഫലത്തിലായിരിക്കുമെന്നാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനാൽ വരും ആഴ്ചയിൽ സ്വർണ്ണവിലയിൽ ചില ഏകീകരണം കാണാൻ കഴിയും. ഇരുവരും പലിശ നിരക്കുകൾ നിർത്തിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ ഔദ്യോഗിക വ്യാഖ്യാനം സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നാണ് JM ഫിനാൻഷ്യൽ സർവീസിലെ EBG കമ്മോഡിറ്റി ആൻഡ് കറൻസി റിസർച്ച് വൈസ് പ്രസിഡന്റ് പ്രണവ് മേർ പറയുന്നത്. ജൂലൈയിൽ സ്വർണ്ണവിലയിൽ മികച്ച വർധനവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസം കുറവാണ് സ്വർണ്ണവിലയിൽ. ഇനി അടുത്ത മാസം താരിഫുകളൊക്കെ ഒരു ഡേറ്റ് സസ്പെൻഷനൊക്കെ ആയിരുന്നു. അത് മാറി ഓഗസ്റ്റ് 1 മുതൽ സ്വർണ്ണവിലയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് സ്വർണ്ണ മേഖലയിലെ വിദഗ്ധർ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.